എന്റെ കാര്യത്തിൽ മാത്രമല്ല, ആൾക്ക് എന്നോടും ഇഷ്ടമുണ്ടായിരുന്നു. ആ എന്നും ആളോട് ഞാൻ ഫോണിൽ സംസാരിക്കാറുണ്ട്. പിന്നെ ഇടയ്ക്ക് പുറത്ത് വെച്ച് കാണാറുണ്ട്. ഒരു ദിവസം ആ ഇഷ്ടം തുറന്നു പറയാൻ വേണ്ടി എന്നെ പാർക്കിലേക്ക് വിളിച്ചതാ. അന്ന് ഇതുപോലെ പടക്കം കൊണ്ടൊക്കെ എഴുതി വെക്കുകയും ചെയ്തു. ഇതുപോലെ തന്നെ വലുതായി ഐ ലവ് യു തൃശൂലെന്ന് എഴുതി വെച്ചു. അത് എന്നോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞതല്ലേ. അത് കഴിഞ്ഞപ്പോ ഞങ്ങളുടെ കാര്യത്തിൽ ആരോ കണ്ണിട്ട് പോലെ ആയിപ്പോയി. പിന്നെ ഞങ്ങൾ അകലുകയും ചെയ്തു. അതിന്റെ ഇടയിൽ ബോസും കയറി വന്നു. അന്നേ ബോസിന് സർപ്രൈസ് കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട് ഞാൻ കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയില്ലേ. അന്ന് ബോസ് കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ കാണിക്കുവാണെന്നാ ബോസും കരുതി വെച്ചേ. പക്ഷേ ഞാൻ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോയതേ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിനെ കാണിക്കാൻ വേണ്ടിയായിരുന്നു. എന്റെ പ്രാണനെ കാണിക്കാനായിരുന്നു. ശിവാനി മേഡത്തെ കാണിക്കാനായിരുന്നു. ഒരു കാര്യം അറിയോ, എന്നോട് ബോസ് എന്നാണോ ശിവാനി ഇഷ്ടമാണെന്ന് പറഞ്ഞ് അന്ന് ഞാൻ തീരുമാനിച്ചതാ ശിവാനിയും മറന്നേ പറ്റുള്ളൂ എന്ന്. അതിന് ഞാൻ അന്ന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്താണെന്നറിയോ, എന്റെ കൺകണ്ട ദൈവമല്ല നിങ്ങൾ. ദൈവത്തിന് ഇഷ്ടമുള്ളത് ഞാനത് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് തെറ്റല്ലേ. അന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചതാ നിങ്ങളുടെ ഇടയിൽ ഞാൻ ഒരു പ്രശ്നത്തിനും വരില്ലാന്ന്. ശിവാനി മേഡം, ഇന്ന് എന്നോട് ഒന്നും പറയരുത്. എന്റെ ബോസിന് എല്ലാ കാര്യം അറിയണം. കൊച്ചു മുതലാളി, ഞാൻ ഈ കാര്യത്തിൽ തെറ്റ് തന്നെ ചെയ്തു. പക്ഷെ എന്നെ മനസ്സിലാക്കുന്ന ഞാൻ വിചാരിച്ചേ. ബോസിനെ ഇഷ്ടപ്പെടുന്ന പെണ്ണിനെ ബോസിന് മുൻപ് ഞാൻ ഇഷ്ടപ്പെട്ടത്. ബോസ് നേരത്തെ കല്യാണം കഴിക്കുന്ന കാര്യം ഉറപ്പായപ്പോ എല്ലാം മറക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചതാ. മറക്കാനാവാതെ പിന്നെ സ്നേഹിച്ചിട്ടുണ്ട്. എന്താന്നറിയോ, ശരിക്കുള്ള സ്നേഹം എന്നെ മറക്കാനാവില്ല. അതല്ല എന്റെ ബ്യൂട്ടി. നോക്കൂ ബോസ്, ബോസ് ശിവാനി മാഡത്തിനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചെന്ന് മാത്രമല്ലേ ഉള്ളൂ. അല്ലാതെ താലിയൊന്നും കെട്ടിയിട്ടില്ലല്ലേ. അത് വരെ എനിക്ക് ടൈമുണ്ട്. നിങ്ങൾ എന്റെ മാഡത്തിന്റെ കഴുത്തിലെ താല് കെട്ടുന്നത് വരെ ഞാനിങ്ങനെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. ആളെ വളയ്ക്കാനും ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇയാൾ എനിക്ക് എന്തായാലും കിട്ടും. ഉറപ്പായിട്ടും ഞങ്ങൾ ഒന്നിക്കുകയും ചെയ്യും. എന്റെ ശിവാനി, എന്റെ അടുത്തൊന്ന് നിക്ക്. എനിക്കെന്തോ വല്ലാത്ത പോലെ തോന്നുന്നുണ്ട്. തൃശൂൽ എന്തായി കാണിക്കുന്ന? എന്റെ കൈ വിട്. നീ ഞാൻ ഈ കൈന്ന് വിടില്ല. കൈ വിട് തൃശൂൽ. ശിവാനി മാഡം, ഇതെന്താണിത് മഹാമായി? ഞൊടിയിടയിൽ മായയായി പോയല്ലോ. അതെ ഗരുഡ, നമുക്ക് എത്തിച്ചേരേണ്ട സ്ഥലം ഇവിടെ എവിടെയൊക്കെയോ അടുത്ത് തന്നെയാണ്. വാ ഗരുഡ. വേണ്ട വീട്. അയ്യോ ത്രിവിക്രം വേണ്ട. ത്രിവിക്രം വീട് പ്ലീസ്. ത്രിവിക്രം വേണ്ട. ത്രിവിക്രം പ്ലീസ്. എന്നെ വിടിച്ചു പാനി. ഇവൻ ഇനി ഒരിക്കലും ജീവിച്ചിരിക്കാൻ പാടില്ല. അത് കൊള്ളാമല്ലോ. ശിവാനിയെ ഞാൻ ആദ്യം സ്നേഹിച്ചത്. ശിവാനി എന്നെ സ്നേഹിച്ചിരുന്നു. ഒന്ന് മനസ്സിരുത്തി ആലോചിച്ച് നോക്ക്. ശിവാനി എന്റെ മാത്രം വേണ.
പിന്നെ അത് തന്നെ പറയുന്ന തൃശൂൽ, നീ എന്റെ മറ്റൊരു മുഖം കണ്ടിട്ടില്ല. ഇപ്പൊ നീ ഇത് കാണാൻ പോവാ. ത്രിവിക്രം, ത്രിവിക്രം പ്ലീസ് വിട്ടേക്ക് ത്രിവിക്രം. തൃശൂൽ, അയ്യോ എന്തിപ്പോ ചെയ്യാ? ത്രിവിക്രം, തൃശൂൽ, തൃശൂൽ വേണ്ട. ത്രിവിക്രം വേണ്ട, ത്രിവിക്രം. യാ, നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലടാ. അയ്യോ കൊച്ചുമുതലാളി, 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 കൊച്ചുമുതലാളി ഇവിടെ തന്നെ വീണ് കിടന്നുറങ്ങിയല്ലോ. ശിവാനി, ഞാൻ നിന്നോട് പറഞ്ഞതിൽ ഒരു നുണയില്ല. ഞാനൊരു ഒറ്റ തവണ പറഞ്ഞ പിന്നെ ഫിനിഷ്. ഒരു കാരണവശാലും ഞാൻ വാക്ക് മാറ്റില്ല. ഈ കിടക്കുന്ന മനുഷ്യൻ നിന്റെ കഴുത്തിൽ താലി കെട്ടുന്നത് വരെ നിന്റെ സ്നേഹം പിടിച്ചെടുക്കാൻ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യും ഞാൻ. എന്ത് സംഭവിച്ചാലും ഞാൻ വിടാനേ പോകുന്നില്ല. എന്താന്ന് വെച്ചാ എന്റെ സ്നേഹല്ലേ, അത് ഉണ്ടല്ലോ ഭയങ്കര സ്ട്രോങ്. ഗരുഡാ, ഇതാ ഇവിടെ തന്നെയുണ്ട്. മഹാമായി, എങ്കിൽ ഇപ്പോൾ തന്നെ നമുക്കത് അവരുടെ മേൽ പ്രയോഗിച്ചാലോ? അതത്ര എളുപ്പമല്ല ഗരുഡാ. നമ്മളിപ്പോൾ മന്ത്രം ഉപയോഗിച്ചാൽ ആ മന്ത്രപ്രയോഗം അവസാനിക്കുന്നത് വരെയും ആരും ഒന്നും അറിയരുത്. മൂന്നാമതൊരാൾ ഈ വിഷയം അറിയുന്നത് നമുക്കാപത്താണ്. അപ്പോ നമുക്കതിപ്പോൾ പ്രയോഗിക്കാനാവില്ലേ മഹാമായി? കഴിയും ഗരുഡാ, പക്ഷേ അവരവിടെ നിന്ന് പുറത്തു വരണം. പുറത്തു വന്നാലേ നമുക്ക് മന്ത്രം പ്രയോഗിക്കാൻ കഴിയൂ. അതെപ്പോഴാണ് മഹാമായി? അതിനുള്ള സമയമായിട്ടില്ല. എന്താ? ഗരുഡാ, അതാ നോക്ക്, ആകാശത്തിലെ നക്ഷത്രങ്ങൾ കാണുന്നില്ലേ നീ? ഓരോരോ നക്ഷത്രങ്ങളും ഓരോരോ സഞ്ചാരപാതയിൽ സഞ്ചരിക്കുന്നു. ആ നക്ഷത്രങ്ങൾ കാലത്തെ സൂചിപ്പിക്കുന്നു. അതാ അവിടേക്ക് നോക്ക്, 2 നക്ഷത്രങ്ങൾ കാണുന്നില്ലേ അവിടെ? ആ 2 നക്ഷത്രങ്ങളുടെ നടുവിൽ മൂന്നാമതൊരു നക്ഷത്രം വരും. അപ്പോൾ മാത്രമേ നമ്മൾ മന്ത്രം പ്രയോഗിക്കാവൂ. അത് വിശേഷമായ ഒന്നാണോ മഹാമായി? അത് ആദിശേഷൻ ജനിച്ച സമയമാണ്. ആ സമയത്ത് തന്നെ നമ്മൾ മന്ത്രം പ്രയോഗിച്ചാൽ ശരിക്കുള്ള ആദിശേഷൻ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എങ്കിൽ മഹാമായി, നമുക്കതുവരെ ഇവിടെ കാത്തിരിക്കാമല്ലേ? ആ, മഹാദേവ, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നേ? ഇന്നലെ രാത്രി എന്തോ ഭാഗ്യം കൊണ്ടാ വേറൊന്നും സംഭവിക്കാതിരുന്നെ. ത്രിവിക്രം തൃശൂലിനെ എന്തെങ്കിലും ചെയ്തേനെ. ത്രിവിക്രമിന് ദേഷ്യം വന്ന പിന്നെ അത് പിടിച്ചു കെട്ടാൻ ആർക്കും പറ്റില്ല. തൃശൂൽ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞേ? പരിസരം പോലും മനസ്സിലാക്കാതെ അവൻ ഇന്നലെ പെരുമാറിയത്. ഇതിങ്ങനെ വിട്ടുകഴിഞ്ഞാ അത് അവന്റെ ജീവന് തന്നെ ആപത്തായി മാറിയേക്കും. അവനോട് ഇനിയെങ്കിലും ഒന്ന് അടങ്ങിയിരിക്കാൻ പറഞ്ഞേ പറ്റൂ. ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് കിടന്നുറങ്ങുന്നുണ്ടല്ലോ. തൃശൂൽ, തൃശൂൽ. ഒരു ശിവാനി, ഐ ലവ് യു ശിവാനി, ഐ ലവ് യു ടു ശിവാനി. ചെയ്തതൊന്നും പോരാഞ്ഞിട്ട് ഉറങ്ങുമ്പോ പോലും നാടകം കളിക്കാണോ നീ? കോണിച്ചേര നിനക്ക്. അയ്യോ,
എന്താ മേഡം ഇത്? വിളിച്ചെഴുന്നേപ്പിക്കുന്നതിന് പകരം വെള്ളം കോരി ഒഴിച്ചിങ്ങനെ എണീക്ക് മോനെ തൃശ്ശൂർ എന്ന് പറഞ്ഞ എണീക്കില്ല ഞാൻ. എന്താ തൃശൂൽ, നിനക്ക് കുറച്ചു പോലും മനുഷ്യത്വം എന്ന് പറയുന്നതില്ലേ? എന്താ മേഡം, എന്താ ഈ ചോദ്യത്തിന്റെ അർത്ഥം? ഇന്നലെ രാത്രി കുടിച്ചിട്ട് എന്തൊക്കെയാ കാണിച്ചേ? എന്തൊക്കെയാ പറയുന്നത് മേഡം? ഞാൻ കുടിച്ചെന്നോ? കുടിക്കല് മാത്രല്ല, കുടിച്ചൊരു ബോധമില്ലാതെ എന്തൊക്കെയാ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? ഞാൻ എന്തൊക്കെയാ പറഞ്ഞ മേഡം? എന്താന്ന് വെച്ചാ ഈ സർപ്രൈസിൽ അത്രയ്ക്ക് പുതുമയൊന്നുമില്ലല്ലോ. അതായത് ഈ ആകാശത്തില് പടക്കം പൊട്ടിച്ചിട്ട് പേരിടുന്ന പരിപാടിയില്ലേ, അത് ഈ ശിവാനി മേഡം എനിക്ക് വേണ്ടി ഓൾറെഡി ചെയ്തിട്ടുള്ള കാര്യമാണ്. അവർ ഓൾറെഡി ചെയ്ത കാര്യം അവർക്ക് ചെയ്തു കൊടുത്താൽ എങ്ങനെ സർപ്രൈസ് ആവാനാ? അല്ല, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഐ ലവ് യു തൃശൂർ എന്നാണ് എഴുതി വെച്ചേ. സത്യം പറഞ്ഞ ഈ ശിവാനി മേഡത്തിന് നിങ്ങളോട് ഇഷ്ടം തോന്നുന്നതിന് മുൻപേ എന്നോട് ഇഷ്ടമുണ്ടായിരുന്നു. കൊച്ചു മുതലാളി, നിങ്ങള് ശിവാനി മേഡത്തിനെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞു വെച്ചിട്ടല്ലേ ഉള്ളൂ. ഇതുവരെ താലി കെട്ടിയിട്ടില്ലല്ലോ. അതുവരെ എനിക്ക് സമയമുണ്ടെന്നേ. നിങ്ങൾ ഈ ശിവാനി മേഡത്തിന്റെ കഴുത്തിലെ താലി കെട്ടുന്നത് വരെ ഞാൻ ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. എന്തിങ്ങനെ മിണ്ടാതെ തിരിഞ്ഞു നിൽക്കുന്നേ? ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് ഇപ്പൊ നിനക്കതൊന്നും ഓർമ്മയില്ലേ? ഞാൻ സത്യത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു. സോറി മാഡം. ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് ഇപ്പൊ ക്ഷമ പറഞ്ഞിട്ടെന്തിനാ? എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് വേണ്ട വേണ്ടെന്ന് പറഞ്ഞതാ. അതെന്തുകൊണ്ടാണെന്ന് ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായോ? എന്തോ ഒരു ഭാഗ്യം കൊണ്ട് മാത്രം നീ ഇപ്പോഴും ഇങ്ങനെ ജീവനോടെ ഇരിക്കുന്നത്. കഴിഞ്ഞത് കഴിഞ്ഞു. ദയവേത് ഇനിയെങ്കിലും എന്നെ എന്റെ പാട്ടിന് വിട്ടേക്ക്. വേണ്ടാത്ത ഓരോ ചിന്തയും വെച്ചോണ്ട് എന്റെ പിറകെ വരണ്ട. നിനക്ക് വേണ്ടിയാ പറയുന്നത്. മനസ്സിലായോ നിനക്ക്? മനസ്സിലാവുന്നുണ്ട്. ഇത്രയ്ക്കൊക്കെ നടന്നിട്ടും മാഡം എന്നെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെന്നുള്ള അതിന്റെ അർത്ഥം. എനിക്ക് എന്തെങ്കിലും പറ്റുന്നുള്ള പേടിയാ നിങ്ങൾക്ക്. ബോസിനോട് എന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാൻ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. എത്രയോ അവസരം കിട്ടിയത്. ആദ്യത്തെ തവണ, അതായത് എന്റെ ബോസ് മാഡത്തെ കാണിക്കാൻ കൊണ്ടുപോയ ആദ്യത്തെ തവണ. പിന്നെ ഒരിക്കൽ അമ്പലത്തിൽ പോയപ്പോ, പിന്നെ ഞാൻ ഇയാളെ കിഡ്നാപ്പ് ചെയ്തപ്പോ, എൻഗേജ്മെന്റ് മുടങ്ങിയപ്പോ എന്നെ കുറിച്ച് പറയാൻ ഒരുപാട് കാര്യം ഉണ്ടായിട്ടും എന്റെ ബോസിനോട് ഒന്നും തന്നെ പറയാതിരുന്നേ? ഉത്തരം പറയണം മാഡം. എന്നെ പറയാതിരുന്നേ? ഓരോ തവണയും എന്നെ എന്തിനാ രക്ഷിക്കുന്നേ? എനിക്ക് വേദനിക്കുമ്പോഴെല്ലാം ഈ കണ്ണുകൾ എന്തിനാ നനയുന്നേ? പറയും മാഡം, ഉത്തരം പറയും മാഡം. ബോസിനെ ഞാൻ ഇങ്ങോട്ട് വിളിക്കാം. ബാക്കിയെല്ലാം അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ചാവാം. തൃശൂൽ, തൃശൂൽ, എനിക്കറിയാമായിരുന്നു നീ എന്തായാലും ഇക്കാര്യത്തിൽ എന്നെ തടയുന്ന എനിക്ക് ഉറപ്പാ. എന്താന്ന് വെച്ചാ ഇപ്പോഴും ആ ഇഷ്ടം എന്നോടുണ്ട്. പ്രേമല്ല ഇത്, നിന്നോടുള്ള പരിഗണന കൊണ്ട് മാത്രം. എന്താ എന്നോട് സഹതാപം കാണിക്കുക? ഉള്ള കാര്യം ഞാൻ പറഞ്ഞത്. ത്രിവിക്രം നിന്നെ വെച്ച് നോക്കുമ്പോ എല്ലാ കാര്യത്തിലും മുകളില. സമ്പന്നന, വേണ്ട കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള കഴിവുണ്ട്. അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ നീ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കാന്നുള്ള കാര്യം അവൻ അറിഞ്ഞ അവൻ നിന്നെ വെറുതെ വിടും തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. മുന്നും പിന്നും നോക്കാതെ നിന്റെ ജീവൻ എടുക്കാനും മടിയുണ്ടാവില്ല. നീ എന്നോട് ചോദിച്ചില്ലേ എന്റെ ജീവൻ എന്തെങ്കിലും പറ്റി നിനക്കെന്താന്ന്? എനിക്കൊന്നുമില്ല. പക്ഷെ നിന്റെ അച്ഛന്റെ അമ്മയുടെ അവസ്ഥ, നിന്നെ വിശ്വസിച്ച് നീ മാത്രമാണ് ജീവിതം എന്ന് പറഞ്ഞ് നടക്കുകയാണല്ലോ അവര്. അവർക്കെന്താ പറ്റുക? മോന്റെ ജീവൻ പോകുന്നെങ്കിൽ പോട്ടേന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കും അവര്. സംസാരിക്കേ, ആലോചിച്ച് നോക്കുന്നു. നീ വിടാതെ പ്രേമോ അത് ഇതെന്നൊക്കെ പറഞ്ഞ് എന്റെ പുറകെ നടക്കുന്നുണ്ടല്ലോ. ഈ കാര്യം ഞാൻ ദിഗ്വിജയൻ അങ്കിൾ അറിയാൻ ഇടയായാൽ എന്താ സംഭവിക്കാന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? ആ വീട്ടിലുള്ളവർക്ക് നിന്നോടൊരു വിശ്വാസമുണ്ട്. അങ്ങനെ ഒരു വിശ്വാസം നേടിയെടുത്തത് നിന്റെ അച്ഛന്റെ ഒരുപാട് വർഷത്തെ കഷ്ടപ്പാട് കൊണ്ട് മാത്രം. അതൊക്കെ ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കണോ നിനക്ക്? നിനക്ക് ആ വീട്ടിൽ നിന്ന് പുറത്തു പോകണോ അതോ നിന്നെ ആ വീട്ടുകാരെ ചവിട്ടി പുറത്താക്കണോ എന്നുള്ളത് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നിന്നോടും നിന്റെ അച്ഛനോടും ഒക്കെ ഇപ്പോഴും അവർക്ക് വിശ്വാസം ഉള്ളതിന്റെ കാരണം ഞാൻ ഇത്രയും ദിവസം ഒന്നും മിണ്ടാതെ നിന്റെ ശല്യം സഹിച്ചതുകൊണ്ടാ, ഒരു കാര്യം പറയാത്തതുകൊണ്ടാ. ഇത്രയ്ക്കായിട്ട് നിനക്ക് ഈ കാര്യങ്ങള് ത്രിവിക്രമനോട് പറയണമെന്നാണെങ്കിൽ പോയി പറഞ്ഞു. മഹാമായി, രാത്രി കഴിഞ്ഞു ദേ നേരം വെളുത്തു. ആ തൃശ്ശൂരും ത്രിവിക്രമവും വരുമെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ കാത്തിരിക്കുന്നു. കഴിഞ്ഞ രാത്രി മുഴുവനും നമ്മൾ കാത്തിരുന്നില്ലേ? എന്നിട്ടും അവർ വന്നില്ലല്ലോ. വരും,
ഞാൻ പോയിട്ട് അവരെന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരട്ടെ മഹാമായി. ധൃതി വേണ്ട ഗരുഡ. ഓരോന്നിനും അതിന്റേതായ സമയമുണ്ട്. അതിനുള്ള സമയമാവുമ്പോ നടക്കേണ്ടതെല്ലാം നടന്നിരിക്കും. ഇവിടെ നിന്ന് തിരക്ക് പിടിച്ചാൽ നമുക്ക് തന്നെ അപകടമാ. ഞാൻ എവിടേക്ക് പോയാൽ എന്ത് അപകടമാണ് മഹാമായി? ആ തൃശൂല് നിന്നെ ആദ്യമേ കണ്ടിട്ടുള്ളതല്ലേ? ഇനി നീ അവന്റെ കൺമുന്നിൽ ചെന്നാൽ നിന്നെ അവൻ വെറുതെ വിടില്ല. മഹാമായി, അവൻ എന്നെ മനുഷ്യരൂപത്തിലാണ് കണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ എനിക്ക് ഗരുഡന്റെ രൂപത്തിൽ അവിടേക്ക് പോകാമല്ലോ. വേണ്ട, അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അവര് സ്വമേധയാ ഇവിടേക്ക് വരട്ടെ. അതുവരെ നമ്മൾ എന്ത് ചെയ്യും മഹാമായി? നമുക്ക് കാത്തിരുന്നേ പറ്റൂ. നമുക്ക് വേണമെങ്കിൽ ഇവിടെ കാത്തിരിക്കാം. അതിനിടെ നമ്മളെ ആരെങ്കിലും കണ്ടാൽ അതൊരു സംശയത്തിന് ഇടവരുത്തില്ലേ? അതിനൊക്കെയുള്ള ഒരു പരിഹാരമുണ്ട്. എന്താണ് മഹാമായി? മഹാമായി, ഇതെന്താണൊരു വലയം? ഇതൊരു മായാ വലയമാണ്. ഇത് നമ്മുടെ ചുറ്റുമുള്ളപ്പോൾ നമ്മളെ ആരും തന്നെ കാണില്ല. തൃശൂലിനെയും ത്രിവിക്രമനെയും നമുക്ക് എളുപ്പത്തിൽ പിന്തുടരാൻ പറ്റും. നമ്മുടെ യാതൊരു തെളിവും അവർക്ക് ലഭിക്കില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരെ എത്രയും പെട്ടെന്ന് പിടിച്ച് ആദിശേഷൻ ആരാണെന്നുള്ള സത്യം മനസ്സിലാക്കാൻ കഴിയില്ലേ മഹാമായി? തീർച്ചയായും. ഇന്ന് ആദിശേഷന്റെ രഹസ്യം മനസ്സിലാക്കാൻ പോകുന്നു. ശരീരം മൊത്തം ഒരു വേദന. തല പൊട്ടിപ്പൊളിയാണല്ലോ. ഇന്നലെ കഴിച്ചു കുറച്ച് കൂടിപ്പോയാ? എന്താ സംഭവിച്ചേ? എന്താന്ന് വെച്ചാ ഈ സർപ്രൈസിൽ അത്രയ്ക്ക് പുതുമയൊന്നുമില്ലല്ലോ. അതായത് ഈ ആകാശത്തില് പടക്കം പൊട്ടിച്ചിട്ട് പേരിടുന്ന പരിപാടിയില്ലേ, അത് ഈ ശിവാനി മാഡം എനിക്ക് വേണ്ടി ഓൾറെഡി ചെയ്തിട്ടുള്ള കാര്യമാണ്. അവർ ഓൾറെഡി ചെയ്ത കാര്യം അവർക്ക് ചെയ്തു കൊടുത്ത എങ്ങനെ സർപ്രൈസ് ആവാനാ? അല്ല, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഐ ലവ് യു തൃശൂൽ എന്നാണ് എഴുതി വെച്ചേ. സത്യം പറഞ്ഞ ഈ ശിവാനി മാഡത്തിന് നിങ്ങളോട് ഇഷ്ടം തോന്നുന്നതിന് മുൻപേ എന്നോട് ഇഷ്ടം ഉണ്ടായിരുന്നു. കൊച്ചുമുതലാളി, നിങ്ങള് ശിവാനി മാഡത്തിനെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞു വെച്ചിട്ടല്ലേ ഉള്ളൂ. ഇതുവരെ താലി കെട്ടിയിട്ടില്ലല്ലോ. അതുവരെ എനിക്ക് സമയമുണ്ടെന്നേ. നിങ്ങൾ ഈ ശിവാനി മേഡത്തിന്റെ കഴുത്തിലെ താലി കെട്ടുന്നത് വരെ ഞാൻ എങ്ങനെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. എല്ലാവരും ഇതുവരെ എന്നെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ? ഇല്ല, ഒരുത്തനും അങ്ങനെ അതിനെ പറ്റിക്കാൻ പറ്റില്ല. എന്നെ വഞ്ചിച്ച് ഒരുത്തനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. എനിക്ക് എല്ലാത്തിനും ഉത്തരം കിട്ടിയാൽ മതിയാവും. ശിവാനി, ശിവാനി!